നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മേഡം ഇരിക്കുന്നില്ലേ? വേണ്ട, ഞാൻ നിന്നോളാം. മേഡം എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്കിൾ എന്തിനാ ക്ഷമ പറയുന്നേ? അങ്കിൾ എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? അറിയാതെയാണെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയി. സോറി മേഡം. അങ്കിൾ, ആകാശം മോള് ഇഷ്ടത്തിലായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നത്? കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, പറഞ്ഞോളാ. എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല മേഡം. കുറ്റബോധം എന്നും എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. സത്യമായിട്ട് പറയാം, ആകാശിന്റെ മേഡത്തിന്റെ ഇഷ്ടം എനിക്കറിയില്ലായിരുന്നു. ആകാശ് എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. അല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. പറയാനുള്ളൊരു അവസരം ഞാൻ അവന് കൊടുത്തില്ല. അവനൊരു പാവ. അരവിന്ദിന്റെയും ചാരുവിന്റെയും കല്യാണം കഴിഞ്ഞ് അവൻ എന്നോട് പറയാനിരുന്നതാ നിങ്ങളുടെ കാര്യം. അപ്പോഴേക്കും വിധിയെല്ലാം മാറ്റിമറിച്ചില്ലേ? ആ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തന്നെ ആകാശിനോട് പറയേണ്ടി വന്നു ചാരുമോളുടെ കഴുത്തിൽ താലി കെട്ടാൻ. എല്ലാം എനിക്കറിയാം അങ്കിൾ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? ഒന്നും നമ്മളെ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ലല്ലോ. നടന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല, പക്ഷേ നടക്കാൻ പോകുന്നത് നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. ആകാശിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അത് മനസ്സിലാക്കിയ അവനോടുള്ള ദേഷ്യവും വൈരാഗ്യമൊക്കെ മാഡത്തിന് മാറില്ലേ? അങ്കിൾ, എനിക്ക് ആകാശിനോട് ദേഷ്യവും വൈരാഗ്യവും ഒന്നുമില്ല. പിന്നെന്തിനാ മാഡം അരവിന്ദനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? വാട്ട് യു മീൻ അങ്കിൾ? ആകാശിനോടുള്ള പക കാരണോ ഞാൻ ആകാശിന്റെ ചേട്ടൻ അരവിന്ദനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്നാണോ? വേറെ എന്താണ് കാരണം? മാഡം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല പൊസിഷനിൽ ഇരിക്കുന്നു. എത്രയോ ഹൈ സ്റ്റാറ്റസിലുള്ള ആൾക്കാര് മാഡത്തെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് അങ്കിൾ, ദയവ് ഇത് മാഡം ഞാൻ പറയുന്നത് കേൾക്കണം. അരവിന്ദനെ മാഡം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കരുത്. അവന് വിദ്യാഭ്യാസമോ നല്ല ജോലിയോ ഇല്ലാത്തോണ്ട് പറയല്ല. അവന്റെ സ്വഭാവം ശരിയല്ല മാഡം. അവൻ ജെനുവിനല്ല. അവനെ കല്യാണം കഴിച്ചാ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറയാ. അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം മോനെ പറ്റി ഒരച്ഛനും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ. അച്ഛനാണെങ്കിലും ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണല്ലോ മാഡം. അതെല്ലാം ശരിയാ അങ്കിൾ, പക്ഷെ മകനെ പറ്റി അങ്കിള് തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അരവിന്ദ് അങ്കിളുടെ മകനാ, സെയിം ബ്ലഡ്. ബാലമാഷിന്റെ മകൻ. ആ ബാലമാഷിന്റെ മകൻ എങ്ങനെ ജനുവിനല്ലാതിരിക്ക? മോശം കൂട്ടുകെട്ടുകൾ കൊണ്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകാം, ഇപ്പോഴും ചെയ്യുന്നുണ്ടാവാം. അതിൽ നിന്നെല്ലാം അരവിന്ദനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ. ഏയ്, അവനെ മാറ്റാൻ പറ്റില്ല മാഡം. അങ്ങനെ മാറുന്ന ജന്മമല്ല അവൻ്റെത്. ഞാൻ മാറ്റി കാണിച്ചു തരാം അരവിന്ദനെ. അതിനുള്ള അവസരം എനിക്ക് തന്നാ മതി. അരവിന്ദനെ മാറ്റിയെടുത്താ അത് അങ്കിളിനും സന്തോഷാവുന്ന കാര്യമല്ലേ? അവൻ ഈ ജീവിതകാലം മുഴുവൻ ഇപ്പോഴുള്ളതുപോലെ നടക്കാൻ അങ്കിൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല മാഡം, ഞാൻ മാത്രമല്ല, ഒരച്ഛനും മകനെ പറ്റി അങ്ങനെ ആഗ്രഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ അരവിന്ദനെ മാറ്റിയെടുക്കാനും ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് കിട്ടാനും അങ്കിൾ അനുഗ്രഹിക്കണം. അതിനൊരു അവസരം തരണം. എന്താ അങ്കിൾ ആലോചിക്കുന്നത്? ഒരു ചീഫ് എഞ്ചിനീയർ അങ്കിളിന്റെ വീട്ടിലെ മരുമകളായിട്ട് വരുന്നതില് അങ്കിളിന് താല്പര്യമില്ലേ? അത് മാഡം, എനിക്കും എന്റെ കുടുംബത്തിനും അഭിമാനമുള്ള കാര്യമല്ലേ അത്.
പിന്നെന്താ അങ്കിൾ? മേഡം ആകാശിനെ സ്നേഹിക്കാതെയാണ് അരവിന്ദന്റെ ഭാര്യയായി എന്റെ വീട്ടിൽ വന്ന് കയറുന്നെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. മേഡം സ്നേഹിച്ചത് അനിയനെ, ഇപ്പൊ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചേട്ടനെ. ഇതെങ്ങനെ ശരിയാവും? അങ്കിള് പറഞ്ഞത് ശരിയാ. ഞാൻ സ്നേഹിച്ചത് ആകാശിനെയാ. ആകാശിന്റെ കല്യാണം കഴിക്കാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ മോഹിക്കുന്നത് അങ്കിളിന്റെ കുടുംബത്തെയാ. സത്യമായിട്ടും അങ്കിളെ, എന്റെ അമ്മ ആദ്യമായിട്ട് ആകാശിന്റെ കുടുംബത്തെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ ആശ തോന്നിയതാ, ആ ഒരു കൂട്ടുകുടുംബത്തിൽ വന്ന് എല്ലാവരുടെയും കൂടെ ജീവിക്കണമെന്ന്. പക്ഷേ വിധി അതിനെന്നെ അനുവദിച്ചില്ലല്ലോ അങ്കിൾ. ആയിരപ്പറയെക്കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതായി. ആകാശനെ നഷ്ടപ്പെട്ടതോർത്തല്ല, ആയിരപ്പറ തറവാട്ടിലേക്ക് മരുമകളായിട്ട് വരാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നോർത്ത ഞാൻ ഓരോ രാത്രികളും കരഞ്ഞു തീർത്തത്. മരിച്ചുപോയ ഒരാൾക്ക് ജീവൻ തിരികെ കിട്ടുന്നത് പോലെ ആയിരിക്കും എനിക്ക് ആയിരപ്പറയിലേക്ക് മരുമകളായി വന്നു കയറാൻ ഭാഗ്യം കിട്ടുന്നത്. വിധി എന്നെ ഒരിക്കൽ ആയിരപ്പറയിൽ നിന്നും അകറ്റിയതാ. ആ വിധി തന്നെ ഇപ്പൊ എന്റെ മുന്നിൽ ആയിരപ്പറയിലേക്കുള്ള വാതില് തുറന്നിരിക്കുക. ഒരിക്കൽ കൊട്ടി അടച്ചതുപോലെ ആ വാതിൽ എനിക്ക് നേരെ ഇനിയും അടയ്ക്കരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണെങ്കിൽ. അച്ഛനില്ലാതെ വളർന്ന എനിക്ക് ഒരച്ഛൻ വേണം. അങ്കിളെന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് എനിക്ക് അച്ഛാന്ന് വിളിക്കണം. മാഡം, അങ്കിള് പറയാൻ പോകുന്നത് എന്നെ മനസ്സാലെ മരുമകളായി അല്ല, മകളായി അംഗീകരിച്ചു എന്നായിരിക്കണം. അങ്കിള് മോന് ജോലിയില്ല, സ്വഭാവം ശരിയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഒരു ചീഫ് എഞ്ചിനീയറുടെ അന്തസ്സിനേക്കാൾ ഒരുപാട് ഉയരത്തില ബാലമാഷിന്റെ മരുമകൾ എന്ന സ്ഥാനം. അതാ എനിക്ക് അന്തസ്, അഭിമാനം. പ്ലീസ് അങ്കിൾ, ആയിരപ്പറ കുടുംബത്തിലെ ഒരു അംഗമായി എന്നെയും സ്വീകരിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അങ്കിളുടെ മനസ്സിൽ ഇപ്പോഴും ഈ കല്യാണത്തിന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണോ? മാഡം, എനിക്കിപ്പോ എന്ത് പറയണമെന്നറിയില്ല. എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ആലോചിച്ച് പറയാം. എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ അതെനിക്കൊരു ജീവിതം കിട്ടുന്ന തീരുമാനമായിരിക്കണം. പ്ലീസ്.